നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. ചില വ്യക്തികളുടെ പെരുമാറ്റ രീതികൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതുപോലെ തോന്നും. ഈ വ്യത്യസ്തതയുടെ കാരണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ചില പെരുമാറ്റ രീതികളായിരിക്കാം അവർ കാണിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ചേഷ്ടകളുടെ രൂപത്തിലായിരിക്കാം അത് പ്രകടമായി വരുന്നതെന്നുള്ളതാണ്. ഉദാഹരണത്തിന് മൂക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ചീറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചില പ്രത്യേക രീതിയിലുള്ള ഇങ്ങനെ ജസ്റ്റേഴ്സ്, ചേഷ്ടകൾ, കൈയൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, കഴുത്ത് ചിലപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക, കണ്ണുകളിങ്ങനെ ആവർത്തിച്ച് അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു പരിധിവരെ കുട്ടികളിലായിരിക്കും ചിലപ്പോൾ കാണുന്നതെങ്കിലും ചില മുതിർന്ന വ്യക്തികളിലും ഇങ്ങനെയുള്ള ചില ചേഷ്ടകൾ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ ടൂററ്റ് സിൻഡ്രോം എന്നൊരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ആവർത്തിച്ചുള്ള ചില വ്യത്യസ്തതരം ശബ്ദങ്ങളും അതുപോലെ ആവർത്തിച്ചുള്ള ചില പ്രത്യേകതരം ചലനങ്ങളും മാറി മാറി ഒരു കുട്ടി പ്രദർശിപ്പിക്കുമ്പോഴാണ് ടൂററ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ടൂററ്റ് സിൻഡ്രോമുമായി വളരെ സമാനമായി നിൽക്കുന്ന മുതിർന്നവരിൽ കാണുന്ന ഒരു സംഗതിയാണ് ക്രോണിക് ടിക്ക് ഡിസോർഡർ എന്ന് പറയും. ഇപ്പോൾ ടിക്ക് എന്ന് പറയുന്നത് പ്രത്യേക തരത്തിലുള്ള ചില ചലന വൈകല്യങ്ങളോ ശബ്ദ വൈകല്യങ്ങളോ ആണ്. ഇപ്പോൾ ശരീരത്തിലെ ഒരു പറ്റം പേശികൾ ഇങ്ങനെ പെട്ടെന്ന് വലിഞ്ഞു മുറുകുമ്പോഴുണ്ടാകുന്ന ചലന വൈകല്യങ്ങളെ സിമ്പിൾ മോട്ടോർ ടിക്സ് എന്ന് പറയും. ഇപ്പോൾ കണ്ണിങ്ങനെ അടയ്ക്കുക, അല്ലെങ്കിൽ മുഖത്തിങ്ങനെ ചില ചേഷ്ടകൾ കാണിക്കുക, ഇതൊക്കെ സിമ്പിൾ മോട്ടോർ ടിക്സ് ആണ്. ചിലപ്പോൾ ഒന്നിലധികം പേശി വ്യവസ്ഥിതികൾ ഒരുമിച്ച് ഇതുപോലെ ചലനത്തിന് വിധേയമാകുമ്പോൾ അത് കോംപ്ലക്സ് ടിക്സ് എന്ന് പറയും. ഇപ്പോൾ തോളിങ്ങനെ അനക്കുക, അല്ലെങ്കിൽ എഴുന്നേൽക്കുക, ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില മോട്ടോർ ടിക്സ് അല്ലെങ്കിൽ ശരീര ചലന സംബന്ധമായ ടിക്സ് ഇവരിൽ ഉണ്ടാവാം. അപൂർവമായിട്ട് ചിലപ്പോൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരാറില്ല, രണ്ടും വ്യത്യസ്തമായിട്ടായിരിക്കും ഈ വ്യക്തികളിൽ വരുന്നത്. പക്ഷേ ഇതൊന്നും പലപ്പോഴും ഇതൊരു ടിക്ക് ഡിസോർഡർ ആണ് എന്ന് പല ആളുകളും മനസ്സിലാക്കില്ല. ഇതൊക്കെ ഗോഷ്ഠികളാണ് എന്നുള്ള രീതിയിലായിരിക്കും മനസ്സിലാക്കും. ഇപ്പോൾ മുഖം ഇങ്ങനെ ചുളിക്കുകയോ മൂക്ക് ഇങ്ങനെ ചീറ്റുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിക്ക് ഡിസോർഡറിൻ്റെ ഭാഗമാണ് എന്ന് പലപ്പോഴും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ വ്യക്തിക്ക് തന്നെയോ മനസ്സിലാവില്ല. പക്ഷേ ടിക്ക് ഡിസോർഡർ അനുഭവിക്കുന്ന വ്യക്തികളുടെയൊക്കെ ഒരു പ്രത്യേകതയുള്ളത്, അവർക്ക് നമ്മൾ സാധാരണഗതിയിൽ തുമ്മൽ വരുമല്ലോ, ആ തുമ്മൽ വരുന്നതിന് തൊട്ട് മുൻപ് ഒരു വല്ലാത്തൊരു സമ്മർദ്ദം നമുക്ക് അനുഭവപ്പെടുമല്ലോ. ആ സമ്മർദ്ദം കൂടിക്കൂടി പാരമ്യത്തിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ തുമ്മുന്നത്. തുമ്മിക്കഴിയുമ്പോൾ എന്തൊരാശ്വാസം എന്നൊരു ഫീലിംഗ് വരാറുണ്ട്. അതേ ഫീലിംഗാണ് ഈ ടിക്കുള്ള ആളുകളിലും വരുന്നത്. ആ ടിക്കിന് തൊട്ട് മുൻപ് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അത് കൂടി വന്ന് വലിയ തലയ്ക്ക് പെരുപ്പും ശ്വാസം മുട്ടലും, കൈയെല്ലാം വലിഞ്ഞ് മുറുകുന്നു, ഇപ്പോൾ പൊട്ടിത്തെറിച്ചു പോകുന്നു തോന്നുന്ന തരത്തിലുള്ളൊരവസ്ഥ. ഈ ടിക്കങ്ങ് പ്രദർശിപ്പിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് റിലാക്സ്ഡായി വളരെ സമാധാനമാവുന്നു. ഇപ്പോൾ ഒരു 2 കൊല്ലത്തിൽ കൂടുതൽ ഈ ടിക്കിങ്ങനെ ദീർഘകാലമായിട്ട് നീണ്ടു നിന്നാൽ അതിനെയാണ് ക്രോണിക് ടിക്ക് ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്നൊരു മേഖലയുണ്ട്. ഈ ബേസൽ ഗാംഗ്ലിയയിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവിലെ വ്യതിയാനമാണ് പലപ്പോഴും ടിക്കിന് കാരണമാവുന്നത്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ അത് വളരെ ചെറിയ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ടിക്ക് ഡിസോർഡർ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ മരുന്നുകളോടൊപ്പം ഈ ടിക്ക് പ്രദർശിപ്പിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും സംഗതികളിലേക്ക് അവരുടെ ശ്രദ്ധ ഒന്ന് മാറ്റാൻ സഹായിക്കുന്ന ചില ബിഹേവിയർ തെറാപ്പികളുണ്ട്. ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് എന്നൊക്കെ പറയും. ഒരുപക്ഷെ കൈകളുടെ ചലനങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പേശികൾ വലിച്ചു മുറുക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുവഴി ഈ ടിക്ക് കാണിക്കണം അല്ലെങ്കിൽ ടിക്ക് പ്രദർശിപ്പിക്കണമെന്നുള്ള ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ത്വര അത് ഇല്ലാതെയാവും. അങ്ങനെ വരുമ്പോൾ ക്രമേണ ഈ ടിക്ക് പ്രദർശിപ്പിക്കാനുള്ളൊരു പ്രവണത കുറഞ്ഞ് വരികയും ചെയ്യും. പലപ്പോഴും ഇത് ചികിത്സിക്കേണ്ട ഒരു വിഷയമാണെന്ന് അറിയാതെ ആ വ്യക്തിയെ കളിയാക്കി പരിഹസിച്ച് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരുന്നു എന്നുള്ളതല്ലാതെ ഈ പ്രശ്നത്തിന് മാറ്റമൊന്നും വരുന്നില്ല. എന്നാൽ കൃത്യമായ ചികിത്സ എടുത്താൽ പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാനും സാധിക്കും. നന്ദി, നമസ്കാരം.